നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവാവിനെ റോഡിലിട്ട് ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. നന്ദിപുലത്ത് വീട് കയറി ആക്രമണം നടത്തിയ സഹോദരന്മാരെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലാകായികമേള മഴവില്ല് സംഘടിപ്പിച്ചു. കല്ലൂർ ആലേങ്ങാട് കപ്പേളയിൽ മോഷണശ്രമം. ഭണ്ഡാരത്തിന് പുറത്തെ താഴെ തകർത്താണ് മോഷണശ്രമം നടന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വരാക്കര ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ രാമയ്യർ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ തളിർക്കോടിന്റെ 1ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിയാർപുരത്തെ 100ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കൗൺസിൽ അംഗീകാരം നൽകി. വിശദമായ വാർത്തയിലേക്ക്. യുവാവിനെ റോഡിലിട്ട് ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പാലക്കാട് ചേരമംഗലം സ്വദേശി ജയൻ, തിരുവനന്തപുരം പരപ്പംകുന്ന് സ്വദേശി സുജിത്, പാലക്കാട് സ്വദേശി ഷിജുകുമാർ എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പെരുമ്പിലാവിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. പെരുമ്പിലാവ് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടികൊണ്ടാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ഷക്കീർ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷക്കീർ. നന്ദിപുലത്ത് വീട് കയറി ആക്രമണം നടത്തിയ സഹോദരന്മാരെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കേ നന്ദിപുലം മൂലേക്കാട്ടിൽ വീട്ടിൽ 26 വയസ്സുള്ള അഖിലേഷ്, 23 വയസ്സുള്ള അഭിലാഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഫെബ്രുവരി 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. നന്ദിപുലം സ്വദേശി സുഭാഷിന്റെ വീട് കയറിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സുഭാഷിനും അച്ഛനും സഹോദരിക്കും പരിക്കേറ്റിരുന്നു. സുഭാഷിനെ അസഭ്യം പറഞ്ഞത് പ്രതികളുടെ വീട്ടിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ പ്രതികൾ വടി ഉപയോഗിച്ചാണ് വീട്ടുകാരെ ആക്രമിച്ചത്. വരന്തരപ്പിള്ളി SHO KN മനോജ്, SI അശോക് കുമാർ, ASI ബിജു, CPOമാരായ മുരുകദാസ്, സജീവ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പരിയാരം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലാകായികമേള മഴവില്ല് സംഘടിപ്പിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനും അവരുടെ കലാകായിക അഭിരുചികൾ വളർത്തുന്നതിനുമായി പരിയാരം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മഴവില്ല് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ നിർവഹിച്ചു. പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഷീബ ഡേവിസ്, അല്ലി ഡേവിസ്, ആനി ജോയ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് സോങ്, പ്രച്ഛന്ന വേഷം തുടങ്ങിയ കലാപരിപാടികളും നടന്നു. കല്ലൂർ ആലേങ്ങാട് കപ്പേളയിൽ മോഷണശ്രമം. ഭണ്ഡാരത്തിന് പുറത്തെ താഴെ തകർത്താണ് മോഷണശ്രമം നടന്നത്. എന്നാൽ ഭണ്ഡാരത്തിനകത്ത് ഉണ്ടായിരുന്ന പൂട്ട് തകർക്കാൻ സാധിക്കാത്തതിനാൽ മോഷണം നടത്താനായില്ല. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. 2 ദിവസം മുൻപ് ഈ പ്രദേശത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്നും പട്ടാപ്പകൽ 8.5 പവൻ സ്വർണം കവർന്നിരുന്നു. ഈ കേസിൽ ഇതുവരെയും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. കല്ലൂർ, ആലേങ്ങാട്, മുട്ടിത്തടി പ്രദേശങ്ങളിൽ തുടർച്ചയായി മോഷണശ്രമം നടക്കുന്നുണ്ടെന്നും ഈ ഭാഗത്ത് റബ്ബർ ഷീറ്റുകളും ഒട്ടുപാലും മോഷണം പോകുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വരാക്കര ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു.
കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോൺ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വാർഡ് മെമ്പർ ജിജോ ജോൺ, ബ്ലോക്ക് മെമ്പർ ടെസി വിൽസൺ, പഞ്ചായത്ത് അംഗങ്ങളായ VK വിനീഷ്, സജന ഷിബു, PS പ്രീജു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഹെൽത്ത് ഗ്രാന്റായി ലഭിച്ച 55.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഹെൽത്ത് സബ് സെന്റർ നിർമ്മിക്കുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ രാമയ്യർ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ തളിർക്കോടിന്റെ 1ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT കിഷോർ, പഞ്ചായത്ത് അംഗങ്ങളായ KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ, KK പ്രകാശൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ 8 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത്. വിയാർപുരത്തെ 100ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കൗൺസിൽ അംഗീകാരം നൽകി. വിജയരാഘവപുരം പട്ടികജാതി കോളനി ഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്നവരും ഇനിയും പട്ടയം ലഭിക്കാത്തവരുമായ 100-ലധികം കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം അനുവദിക്കുന്നതിന് കൗൺസിൽ അംഗീകാരം നൽകി. ഇവിടത്തെ പട്ടയ വിതരണ നടപടിയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് നഗരസഭയുടെ അനുമതി ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ കുടുംബങ്ങൾ താമസിച്ചു വരുന്നതും കൈവശമിരിക്കുന്നതുമായ ഭൂമി നഗരസഭയുടെ റോഡ് വികസനത്തിനോ മറ്റ് പദ്ധതികൾക്കോ ആവശ്യമുണ്ടോ എന്ന് അറിയിക്കാനാണ് നഗരസഭയോട് ആവശ്യപ്പെട്ടിരുന്നത്. വാർഡ് കൗൺസിലർമാരും നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ വീടുകളും സ്ഥലവും പരിശോധിച്ചതിനെ തുടർന്നാണ് റിപ്പോർട്ട് കൗൺസിലിൽ വന്നത്. ഇപ്പോൾ താമസിച്ച് കൈവശമിരിക്കുന്ന ഭൂമി നഗരസഭയുടെ വികസന കാര്യങ്ങൾക്ക് ആവശ്യമില്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ ഇതിന് അനുമതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. വിയാർപുരം 56 ഏക്കർ പട്ടികജാതി കോളനി രൂപം കൊണ്ടത് 1920-ലാണെങ്കിലും 1986-ലാണ് കുറെ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. പട്ടയം ലഭിക്കാത്തവരിൽ പല കുടുംബങ്ങളും 50 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നവരാണ്. ഇവിടെ താമസിച്ചു വരുന്നവർ പട്ടയത്തിനുള്ള അപേക്ഷകൾ നൽകിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് അധികൃതർ നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് നഗരസഭയോട് അനുമതി ചോദിച്ചത്. വിയാർപുരം നിവാസികളുടെ ഏറ്റവും പ്രധാന ആവശ്യമെന്ന നിലയിലാണ് പട്ടയ വിതരണത്തിനുള്ള അനുമതി നൽകാൻ തീരുമാനിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവാവിനെ റോഡിലിട്ട് ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. നന്ദിപുലത്ത് വീട് കയറി ആക്രമണം നടത്തിയ സഹോദരന്മാരെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലാകായികമേള മഴവില്ല് സംഘടിപ്പിച്ചു. കല്ലൂർ ആലയങ്ങാട് കപ്പേളയിൽ മോഷണശ്രമം. ഭണ്ഡാരത്തിന് പുറത്തെ താഴ് തകർത്താണ് മോഷണശ്രമം നടന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വരാക്കര ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ രാമയ്യർ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ തളിർക്കോടിന്റെ 1ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിയാർപുരത്തെ 100ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കൗൺസിൽ അംഗീകാരം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു.
തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.